Good evening, children. ലാസ്റ്റ് ഡേ നമ്മൾ കണ്ടു വാൻകയെക്കുറിച്ചുള്ള ലെസണായിരുന്നു. ആൻറ്റൺ ചെക്കോവിൻ്റെ വാൻക എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഫെമിലിയറൈസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൽ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് നമ്മൾ കഴിഞ്ഞിരുന്നു. 3rd പാരഗ്രാഫിൻ്റെ പകുതി വരെയാണ് നമ്മളെടുത്തത്. സോ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നോക്കാം. വാൻകയുടെ ഫുൾ നെയിം വാൻക സുഖോവ് എന്നായിരുന്നു. So he was working as an apprentice 3 months ago at Alyakin the shoemaker's house അല്ലേ. അതായിരുന്നു നമ്മൾ കണ്ടത്. അല്യക്കിൻ എന്നുള്ള ഷൂമേക്കറിൻ്റെ വീട്ടിൽ ഒരു അപ്രൻറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു വാൻക. സോ 3 monthsന് മുൻപായിട്ട് അവിടെ എത്തിയതാണ്. നമ്മൾ ഇവിടെ കാണിക്കുന്ന പെർട്ടിക്കുലർ ഡേ എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ തൊട്ട് മുൻപത്തെ ഈവനിങ് ആണ്. അപ്പോൾ അവിടെ അവരെല്ലാവരും അവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാവരും അവൻ്റെ മാസ്റ്ററും മിസ്ട്രസും ബാക്കിയുള്ള സീനിയർ അപ്രൻറ്റീസസ് എല്ലാവരും പള്ളിയിലേക്ക് പോകാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം യു വാണ്ട് ടു ഡൂ സംതിങ്. സോ അതെന്താണെന്നുള്ളത് നമ്മൾക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. he was just ready with pen and paper. So he started writing a letter, and he was writing a letter to his granddad. So what was his name? എന്തായിരുന്നു ഗ്രാൻഡ് ഡാഡിൻ്റെ പേര്? യെസ്, കോൺസ്റ്റാൻറ്റിൻ മാക്രിച്ച് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അവൻ എഴുതാണ് അല്ലേ. ഐ എം റൈറ്റിംഗ് ലെറ്റർ ടു യു, ആൻഡ് ഫ്രം ദ ഇൻട്രൊഡക്ഷൻ ഇറ്റ് സെൽഫ് വി ഗെറ്റ് എ ക്ലിയർ പിക്ചർ അബൌട്ട് വാൻക. വാട്ട് ഈസ് ദാറ്റ്? യെസ്, ഹി ഈസ് an orphan to an extent. He is an orphan to an extent, and at the same time Constantin Makaric is the only പാരൻറ്റ് ഓർ ആകെയുള്ളൊരു പ്രൊട്ടക്റ്റർ എന്ന് നമുക്ക് പറയാവുന്നത് അവൻ്റെ ഗ്രാൻഡ് പാ മാത്രമാണ്. അപ്പോൾ അവൻ്റെ പാരൻസ് ആർ നോമോ അല്ലേ. പാരൻസ് ഇല്ല. ഫാദറും മദറും മരിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നീട് അവൻ റികളക്റ്റ് ചെയ്യുന്നത് ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചാണ്. കോൺസ്റ്റാൻറ്റിൻ മാക്രിച്ച് എന്ന ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ 3rd പാരഗ്രാഫിൽ കാണുന്നത്. സോ 3rd പാരഗ്രാഫിൽ നമ്മൾ കാണുന്നുണ്ട് വാൻക ഹീസ് ജസ്റ്റ് ഗോയിങ് ടു ഹിസ് ഫ്ലാഷ് ബാക്ക് അല്ലേ. ഫ്ലാഷ് ബാക്കിൽ നമ്മളുടെ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ആ ക്യാൻഡിൽ ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്നതും അവൻ ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എക്സാമിന് അത് റികളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ആലോചിക്കുക. അപ്പോൾ കോൺസ്റ്റാൻറ്റിൻ മാക്രിച്ച് ഒരു നൈറ്റ് വാച്ച്മാൻ, സിവറേവ് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റിലെ നൈറ്റ് വാച്ച്മാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും 2 ഡോഗ്സ് ഉണ്ടാവും. സോ അവരുടെ ഡോഗ്സിൻ്റെ പേരെന്താണ്? യെസ്, കാഷ്ടാങ്ക ആൻഡ് വേറെ ഒരാൾ കൂടി ഉണ്ടല്ലോ. ആരാണ്? ഈൽ ആൻഡ് കാഷ്ടാങ്ക അല്ലേ. ഈ 2 ഡോഗ്സാണുള്ളത്. ആൻഡ് ഈൽ ആൻഡ് കാഷ്ടാങ്ക വുഡ് ഫോളോ ഹിം. അദ്ദേഹം റാറ്റിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഒരു വുഡൻ ഒബ്ജക്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഷോർട്ട് ലൗഡ് സൗണ്ട്സ് ഉണ്ടാക്കുന്ന, വളരെ ചെറിയ ടൈം പീരീഡിലേക്ക് നിൽക്കുന്ന, പക്ഷേ എന്നാൽ അത്യാവശ്യം ലൗഡ് സൗണ്ട് ഉണ്ടാക്കുന്ന കൈൻഡ് ഓഫ് സ്പിന്നിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഒരു കൈൻഡ് ഓഫ് മ്യൂസിക്കൽ ടു ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ്സ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. അങ്ങനെയുള്ളൊരു ഒബ്ജക്റ്റാണ് റാറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ റാറ്റിൽ ഉപയോഗിച്ച് അദ്ദേഹം നൈറ്റ് വാച്ച്മാനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ എപ്പോഴും അക്കമ്പനി ചെയ്യുന്ന 2 ഡോഗ്സാണ് നമ്മളുടെ ഈ 2 പേര്, ഈലും കാഷ്ടാങ്കും. ഇനി അവരെക്കുറിച്ചാണ്, ആ 2 ഡോഗ്സിനെ കുറിച്ചുള്ള ഒരു സ്ലൈറ്റ് ഡിസ്ക്രിപ്ഷൻ നമ്മളോട് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കി. സോ ഫസ്റ്റ് ഈൽ വാസ് നെയിംഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് ബ്ലാക്ക് കോട്ട് ആൻഡ് ലോങ് വിസിൽ ലൈക്ക് ബോഡി. സോ ഈൽ എങ്ങനെയാണ്? ബ്ലാക്ക് കളേർഡാണ് ആൻഡ് ലോങ് കൈൻഡ് ഓഫ് ലോങ് ബോഡിയാണ് അവൻ്റെ. നീളത്തിലുള്ള വിസിൽ കൈൻഡ് ഓഫ് ബോഡിയാണ്. ആൻഡ് ദെൻ ഹി വാസ് വണ്ടർഫുള്ളി റെസ്പെക്റ്റ്ഫുൾ ആണ്. വളരെ നമ്മൾക്ക് ആരെ കണ്ടാലും വിസിൽ എന്ന് പറയുന്നത്, വിസിൽ മീൻസ് മാമൽ കൈൻഡ് ഓഫ് ബോഡി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈൽ വാസ് വണ്ടർഫുള്ളി റെസ്പെക്റ്റ്ഫുൾ ആൻഡ് ഇൻസിനുവേറ്റിംഗ്. വാട്ട് ഡു യു മീൻ ബൈ ഇൻസിനുവേറ്റിംഗ്? ടു സക്സീഡ് ഇൻ ഗെയിനിങ് സംബഡീസ് അഫെക്ഷൻ. മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു
അപ്പിയറൻസ് ആണ് അവൻ്റെ. ആൻഡ് ഹി ഹാഡ് ദ സെയിം അപ്പീലിംഗ് ഗ്ലാൻസ് ഓൺ ദ ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് അലൈക്ക്, ബട്ട് ഹി ഇൻസ്പയർഡ് കോൺഫിഡൻസ് ഇൻ നോമൺ. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? അത് ആ സെൻറ്റൻസ് പറഞ്ഞപ്പോൾ തന്നെ നമ്മളോട് പറയുന്നത് എന്താണ്? സെയിം അപ്പീലിംഗ് ഗ്ലാൻസ് ആണ് അവൻ്റെ. അവനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തോന്നും അവൻ വളരെ പ്ലീസിങ് ആണ്, അല്ലേ, അവന് കുഴപ്പമില്ല, നമ്മൾക്ക് അപ്പീലിംഗ് ആണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് ആ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവൻ ഫ്രണ്ട്സിൻ്റെ അടുത്തും സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തും ഒരേപോലെ കാണിക്കും. പക്ഷേ എന്നാലോ അവർക്കാർക്കും അവൻ്റെ അടുത്തേക്ക് വരാനുള്ള കോൺഫിഡൻസ് അവനോട്ട് കൊടുക്കുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് എ വെരി ടാക്ലിങ് കൈൻഡ്. നല്ല എന്താ വളരെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റാനും അവനെ അറിയാം, എന്നാൽ നിർത്തേണ്ടടുത്ത് നിർത്താനും അവനറിയാം. കൈൻഡ് ഓഫ് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡോഗാണ്, അല്ലേ. അടുത്ത് നോക്കിയാൽ ഹിസ് ഡെഫറൻഷ്യൽ മാനർ. വാട്ട് ഡു മീൻ ബൈ ഡെഫറൻഷ്യൽ? ഡെഫറൻഷ്യൽ മീൻസ് ബിഹേവിയർ ദാറ്റ് ഷോസ് യു റെസ്പെക്ട് സംബഡി. ബിഹേവിയർ ഈ ഡെഫറൻഷ്യൽ മാനർ ആൻഡ് ഡോസിലിറ്റി. ഡോസിലിറ്റി എന്താണ്? ഡോസിലിറ്റി മീൻസ് റെഡി ടു ആക്സെപ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. സോ അവൻ്റെ ആ ഒരു ഡെഫറൻഷ്യൽ മാനറും എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ബഹുമാനിച്ച പോലെ അവനെ നിൽക്കുള്ളൂ. അതുപോലെ തന്നെ വളരെ അനുസരണ, വളരെ എന്ത് ഇൻസ്ട്രക്ഷൻ ഒബേ ചെയ്യാവുന്ന ഒരു രീതിയിലായിരിക്കും അവൻ്റെ നിപ്പ്. പക്ഷേ ഹിസ് ഡെഫറൻഷ്യൽ മാനർ ആൻഡ് ഡോസിലിറ്റി വെയർ pretext for his cunningness and hostility. അപ്പോൾ അവിടെ എന്താണ്? അവൻ്റെ ആ ഒരു ഡെഫറൻഷ്യൽ മാനറും അതുപോലെ തന്നെ അവൻ്റെ ആ ഒരു കണ്ണിങ്നെസ്, ആ ഒരു ഈ പറയുന്ന ഡോസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ റെഡി ടു ആക്സെപ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇത് രണ്ടും അവൻ്റെ ഒരു പ്രീടെക്സ്റ്റാണ്. കണ്ണിങ്നെസ്സും ആൻഡ് ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് അവന് ശരിക്കും കള്ളത്തരമുണ്ട്. ആ കള്ളത്തരത്തിനെ ഒളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മറ മാത്രമാണ് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും. അവൻ്റെ കള്ളത്തരങ്ങളെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മറ മാത്രമാണ്. അടുത്ത് നോക്കുക, ഹി വാസ് ആൻ അഡെപ്റ്റ്. വാട്ട് ഡു യു മീൻ ബൈ അഡെപ്റ്റ്? അഡെപ്റ്റ് എന്താണ്? അഡെപ്റ്റ് മീൻസ് he could outer cover without sleeves, or expert we can say. അഡെപ്റ്റ് എന്ന് വെച്ചാൽ എക്സ്പേർട്ട് എന്നാണ്. ഗുഡ് അറ്റ് ഡൂയിങ് സംതിങ് എന്നാണ് അർത്ഥം അഡെപ്റ്റ്. ഈ വേർഡ്സിൻ്റെ മീനിങ്സ് നിങ്ങൾ എഴുതി വയ്ക്കണേ. കാരണം നമ്മൾക്ക് വൊക്കാബുലറി എക്സസൈസ് കോംപ്രിഹെൻഷൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ടെക്സ്റ്റിലെ ബാക്കിൽ മീനിങ്സ് കാണും. അതിൽ നോക്കിയിട്ട് നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. അഡെപ്റ്റ് മീൻസ് എക്സ്പേർട്ട് എന്നാണ്. അപ്പോൾ ഗുഡ് അറ്റ് ഡൂയിങ് സംതിങ് എന്നാണ്. ആദ്യം പറഞ്ഞ് തെറ്റിപ്പോയിരുന്നു. അഡെപ്റ്റ് ഗുഡ് അറ്റ് ഡൂയിങ് സംതിങ്. അപ്പോൾ ഹി വാസ് അഡെപ്റ്റ് അറ്റ് സ്റ്റീലിംഗ് അപ് ടു സ്നാപ്പ് അറ്റ് എ ഫുഡ് ആൻഡ് ക്രീപ്പിംഗ് ഇൻ ടു ദ ഐസ് ഹൗസ് ഓർ സ്നാച്ചിങ് എ പെസൻസ് ചിക്കൻ. അപ്പോൾ എന്താവും നല്ലൊരു എക്സ്പേർട്ടാണ്. എന്തിനൊക്കെ? സ്റ്റീലിംഗ് അപ് ടു സ്നാറ്റ് അറ്റ് എ ഫുഡ്, ഒരു കാലുമ്മൽ നിന്നിട്ട്, അല്ലെങ്കിൽ എൻ്റെ കാൽപാദത്തിൽ നിന്നിട്ട് കാൽപാദത്തിലെത്തി നിന്ന് എന്തെങ്കിലും സ്നാപ്പ് ചെയ്യാന്ന് വെച്ചാൽ തട്ടി പറിച്ചെടുക്കാനായിട്ടും, അതുപോലെ തന്നെ ക്രീപ്പിംഗ് ഇൻ ടു ദ ഐസ് ഹൗസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചില ചിക്കൻ അതുപോലത്തെ സംഭവങ്ങൾ, മീറ്റ്, അതുപോലെ വെജിറ്റബിൾസിൻ്റെ തന്നെ കൂടുതലും മീറ്റാണ് അവരുടെയൊക്കെ സമയങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. മീറ്റ് സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഐസ് ഹൗസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐസ് ഹൗസിൽ നിന്ന് ഇതൊക്കെ എടുത്തോട്ട് പോകാനായിട്ട് അവൻ നല്ല എക്സ്പേർട്ടാണ്. അത് മാത്രമല്ല, ഒരു കൃഷിക്കാരൻ്റെ കോഴിക്കുഞ്ഞിനെയോ അല്ലെങ്കിൽ കോഴീനെയൊക്കെ അടിച്ച് മാറ്റാനായിട്ടും അവൻ നല്ല എക്സ്പേർട്ടാണ്. അത്യാവശ്യം നല്ലൊരു കള്ളനാണ്. ആൻഡ് ഹിസ് ഹിൻഡ് ലെഗ്സ് ഹാഡ് ബീൻ സ്ലാഷ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. Twice he had been strung up. He was beaten up with an inch of his life every week, but he survived it all. His hind legs had been slashed again and again. പല പ്രാവശ്യം അവൻ്റെ സ്ലാഷ്ഡ് മീൻസ് സ്ട്രൈക്ക് വിത്ത് എ വിപ്പ്, ചാട്ടവാറ് കൊണ്ടോ. ഹിൻഡ് ലെഗ്സ് എന്ന് വെച്ചാൽ ബാക്ക് ലെഗ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൻ്റെ ബാക്ക് ലെഗ്സ് ചാട്ട കൊണ്ട് അടികിട്ടി അത്രയും പരിവായിട്ടുണ്ട്. സ്ലാഷ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ.
അത്രയും ചാട്ടവാറ് കൊണ്ടൊക്കെ അടി കിട്ടി അത്രയും അവന് ഒരു പരുവാക്കിയിട്ടുണ്ട്. ടോയ്സ് ഹി ഹാഡ് ബീൻ സ്ട്രങ് എന്ന് വെച്ചാൽ തൂക്കിയിടുക. ആ കാലുമ്മൽ അവനെ തൂക്കിയിട്ടിട്ടുമുണ്ട്. അഗെയിൻ ആൻഡ് അഗെയിൻ ട്വൈസ്, 2 പ്രാവശ്യം അവനെ തൂക്കി ആ കാലുമ്മൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. വാസ് ബീറ്റൻ വിത്ത് ആൻ ഇഞ്ച് ഓഫ് ഹിസ് ലൈഫ്സ് എവ്രി വീക്ക്. വാസ് ബീറ്റൻ, എല്ലാ പ്രാവശ്യവും അവനെ അടി കിട്ടി ഇപ്പം ചാവുമെന്ന് നമുക്ക് തോന്നും. അത്രയും തല്ലവന് കിട്ടാറുണ്ട്. എന്നാലും അവൻ അതിനെയൊക്കെ സർവൈവ് ചെയ്ത് പോരുകയാണ് ചെയ്യാറ്. സോ 4th പാരഗ്രാഫ് നോക്കാം. He was probably, granddad was probably standing at the gate at this moment. അപ്പോൾ വാൻക ഇസ് തിങ്കിങ്, വാൻക ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ത് ചെയ്യായിരിക്കും എൻ്റെ ഗ്രാൻഡ് ഡാഡ്. ഞാൻ നൊസ്റ്റാൾജിക്കായിട്ട് അവനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് എന്താ ക്രിസ്മസ് ഈവാണ്. സോ എൻ്റെ ഗ്രാൻഡ് പി ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും. ഗ്രാൻഡ് ഡാഡ് വാസ് പ്രോബബ്ലി സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ് അറ്റ് ദിസ് മൊമെൻറ്റ്, ഈ നിമിഷം എന്ത് ഗേറ്റിൽ, സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ് അറ്റ് ദിസ് മൊമെൻറ്റ്, ഗേറ്റിൽ നിൽക്കുമായിരിക്കും. സ്ക്രൂയിങ് അപ്പ് ഹിസ് ഐസ് ടു ലുക്ക് അപ്പ് ദ ബ്രൈറ്റ് റെഡ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ ചർച്ച് വിൻഡോസ് or stumbling about in his felt boots fooling with the servants. അപ്പോൾ എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക? ഇപ്പോൾ ഒരു പക്ഷേ ഗ്രാൻഡ് പ ഗേറ്റിൽ നിന്നുകൊണ്ട് ചർച്ചിലെ വിൻഡോസിൽ നിന്ന് വരുന്ന റെഡ് ലൈറ്റ്സ് കമ്മിങ് ഫ്രം ദ ചർച്ച് വിൻഡോസ്, അത് ചർച്ചിലെ വിൻഡോസിൽ നിന്ന് വരുന്ന റെഡ് ലൈറ്റ് എന്ന് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ക്രിസ്മസ് ടൈം ആയതുകൊണ്ടായിരിക്കാം ആ റെഡ് ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ചർച്ചിൽ നിന്ന് വരുന്ന ചർച്ചിൻ്റെ വിൻഡോസിൽ നിന്ന് വരുന്ന റെഡ് ലൈറ്റ് നോക്കിക്കൊണ്ട് നിൽക്കായിരിക്കാം. ഓർ സ്റ്റംപിങ് അബൌട്ട് ഇൻ ഹിസ് ഫെൽറ്റ് ബൂട്ട്സ്. സോ നമ്മളുടെ ഗ്രാൻഡ് ഡാഡ് ഒന്നുകിൽ റെഡ് ലൈറ്റിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റംപിങ് മീൻസ് വളരെ നോയ്സി ആയിട്ട് ഒച്ചത്തിൽ കാലിൻ്റെ ശബ്ദമുണ്ടാക്കി നടക്കുക എന്നുള്ളതാണ് സ്റ്റംപിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ ഫെൽറ്റ് ബൂട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വുളൻ ആയിട്ടുള്ള തിക്ക് സോഫ്റ്റ് ആയിട്ടുള്ളതും തിക്കായിട്ടുള്ള ക്ലോത്ത് മെയ്ഡ് ഫ്രം വൂൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ തണവത്തൊക്കെ ഇടുന്ന പ്രത്യേക തരത്തിലുള്ള ബൂട്ട്സൊക്കെ ഇട്ട് നല്ല ഉച്ചത്തിൽ കാലിൻ്റെ ശബ്ദം കേൾപ്പിച്ച് നടക്കുമായിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹം സെർവൻസിനോട് തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഇരിക്കുകയായിരിക്കും. ഹിസ് റാറ്റിൽ വുഡ് ബി ഫാസ്റ്റൻഡ്, അദ്ദേഹത്തിൻ്റെ റാറ്റിൽ അദ്ദേഹത്തിൻ്റെ ബെൽറ്റിനോട് വളരെ ചേർത്ത്, ഫാസ്റ്റൻ മീൻസ് ടൈറ്റൻഡ് ടു ഹിസ് ബെൽറ്റ്, ആൻഡ് ഹി വുഡ് ബി ത്രോയിങ് ഔട്ട് ഹിസ് ആംസ് ആൻഡ് ഹഗ്ഗിങ് ഹിംസെൽഫ് അഗെയിൻസ്റ്റ് ദ കോൾഡ്. അപ്പോൾ എന്താ ചെയ്യാറ്? അദ്ദേഹം തണവിലേക്ക് കൈകളൊന്ന് നീക്കിയിട്ട് കൈ നേരെ ശരീരത്തിനോട്, നമ്മൾ തണവ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിനോട് ചേർത്ത് പിടിക്കില്ലേ? അയ്യോ ഏട്ടാ മഴ പെയ്യുന്നുണ്ട്. അറിയില്ല.
So old man, he would be throwing out his arms and hugging himself against the cold, or with his old arms titter, punching a maid or one of the cooks. എന്തായിരിക്കും അദ്ദേഹം ചെയ്യുന്നുണ്ടാവുക? ത്രോയിങ്, അദ്ദേഹത്തിൻ്റെ ആംസ് ഒന്ന് തണവിലേക്ക് ഇത് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ തണവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിനോട് ചേർത്ത് നമ്മളുടെ കൈകൾ പിടിക്കും. അതേ ഇത് തന്നെയാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. നമ്മളുടെ ശരീരത്തിനെ തന്നെ നമ്മളൊന്ന് ആലിംഗനം ചെയ്യുന്ന പോലെ നമ്മൾ പിടിക്കാറുണ്ട്. ആ ഒരു വേയിൽ അദ്ദേഹം പിടിക്കും. ആൻഡ് ഓർ വിത്ത് ദ ഓൾഡ് ആംസ് ടിറ്റർ. ടിറ്റർ മീൻസ് ഗിഗ്ലിങ് സൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. വയസ്സന്മാർ നമ്മൾ കണ്ടിട്ടില്ലേ കുലുങ്ങിച്ചിരിക്കുന്ന ആ ഒരു രീതിയിൽ അദ്ദേഹം ഒരു മെയ്ഡിനെ, അവിടെയുള്ള മെയ്ഡിനെ ഒന്ന് പിൻ ചെയ്തിട്ട് ഒരു പിച്ചൊക്കെ കൊടുത്ത് അവളുടെ നേരേക്ക് ഒരു സ്നിഫ് ബോക്സ് നീട്ടിയിട്ട് ഒരു നുള്ളെടുക്കുക എന്ന് പറഞ്ഞ് തമാശ പറയുകയായിരിക്കും ചെയ്യുക. ഹെവനിപ്പ് വെച്ചാൽ ഒരു നുള്ളെടുക്കുക. would say, holding out his sniff box to the woman, and the woman would take a pinch and sneeze. അവൾ അതിൽ നിന്ന് ഇപ്പോൾ 7 വുമൻസ് ആണെങ്കിൽ അതിൽ നിന്ന് ഒരു പിഞ്ച് എടുത്ത് എന്ത് ചെയ്യും? അവർ തുമ്മാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹം അത് കേട്ട് എൻജോയ് ചെയ്ത് അതിനോടനുബന്ധിച്ച് ചിരിക്കും. എന്നിട്ട് പറയും എന്താ? ബ്രേക്കിംഗ് ഔട്ട് ഇൻ ടു ദ ജോളി ലോഫ്റ്റർ ആൻഡ് ഷൗട്ടിങ് ഗുഡ് ഫോർ ഫ്രോസൺ നോസ്. തണുത്ത മൂക്കിന് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അദ്ദേഹം പറയുക. 5th പാരഗ്രാഫ് നോക്കുക. ഈവൻ ദ ഡോഗ്സ് വുഡ് ഗെറ്റ് സ്നഫ്. അപ്പോൾ ഈ സെർവൻ മെയ്ഡ്സിന് മാത്രമല്ല അദ്ദേഹം സ്നഫ് മുക്കിപ്പൊടി കൊടുക്കുക. അവർക്ക് മാത്രമല്ല കൊടുക്കുക, ഈവൻ ഡോഗ്സിന് വരെ കൊടുക്കും. കാഷ്ടാങ്ക വുഡ് സ്നീക്ക് ആൻഡ് ഷെയർ ഹെർ ഹെഡ് ആൻഡ് വാക്ക് അവേ. കാഷ്ടാങ്ക എന്ത് ചെയ്യും? സ്നീസ് ചെയ്യാൻ പോകുമ്പോൾ അവൾക്ക് തീരെ ഇഷ്ടമല്ല. അവളാണോന്നറിയില്ല. യെസ്, അവളാണ്. ഷേക്ക് ഹെർ ഹെഡ് എന്ന് പറയുമ്പോൾ യെസ്, ലേഡിയാണ്. ഫീമെയിൽ ഡോഗാണ്. കാഷ്ടാങ്ക വുഡ് സ്നീസ് ആൻഡ് ഷേക്ക് ഹെർ ഹെഡ് ആൻഡ് വാക്ക് അവേ. ഈവൻ അപ്പോൾ ഡോഗ്സിന് വരെ അദ്ദേഹം സ്നഫ് കൊടുക്കാറുണ്ട്, മുക്കിപ്പൊടി കൊടുക്കാറുണ്ട്. ബട്ട് ഈൽ ടു പൊളൈറ്റ് ടു സ്നീസ്. ഈ കാഷ്ടാങ്കിക്ക് അപ്പോൾ അത് ഇഷ്ടമല്ല, അവളത് മുക്ക് മാറ്റുകയാണ് ചെയ്യുക. പക്ഷേ അവിടെയും അവൻ്റെ കള്ളത്തരം കാണിക്കും. അവൻ വളരെ പൊളൈറ്റായിട്ട് സ്നീസ് ചെയ്യാനായിട്ട് നിന്ന് കൊടുക്കും, മുക്കിപ്പൊടി വലിക്കാനായിട്ട് വെക്കാനായിട്ട്. അതും ഈവൻ വുഡ് വാഗ് ഹിസ് ടെയിൽ. വാഗ് മീൻസ് വാലാട്ടിക്കൊണ്ട് നിന്ന് കൊടുക്കും. the weather was glorious, the air still transparent and fresh. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും? വെതർ നല്ല ഗ്ലോറിയസ്, നല്ല ഗാംഭീര്യം അല്ലേ, വളരെ ഗ്ലോറി, ഹാപ്പിനെസ് ആയിട്ടുള്ള വെതറായിരിക്കും. ആൻഡ് the air still transparent and fresh. എന്തുകൊണ്ടാണ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫ്രഷ് എന്ന് പറയുന്നത്? നമുക്കറിയാമല്ലേ, ഡിസംബർ ടൈമാണ്. തണവുണ്ടാവും, ഒരു ഹ്യൂമിഡിറ്റി ഉണ്ടാവും, മഞ്ഞിൻ്റെ ആ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫ്രഷ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡാർക്ക് നൈറ്റ് ബട്ട് ദ ഹോൾ വില്ലേജ് വാസ് ഇൻ ഇറ്റ്സ് വൈറ്റ് റൂഫ്സ്. വൈറ്റ് റൂഫ് ഇന്ന് വിക്ടേഴ്സിൽ നമ്മളോട് ടീച്ചർ ചോദിക്കുന്നുണ്ട് എന്താണ് ആ ക്രിസ്മസ് വിൻ്റർ സീസണിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ദ ഹോൾ വില്ലേജ്, യെസ്, വൈറ്റ് റൂഫ് അവിടെ സിഗ്നിഫൈ ചെയ്യുന്നത് മഞ്ഞ് മൂടി കിടക്കുന്ന റൂഫുകൾ. അവിടെ നമുക്കറിയാം സ്നോഫോളുള്ള ഏരിയാസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ റൂഫിൻ്റെ മുകളിലും മഞ്ഞ് മൂടിക്കിടക്കും. ഇറ്റ് വാസ് ഡാർക്ക് നൈറ്റ് ബട്ട് ദ ഹോൾ വില്ലേജ്, ദ എയർ, യെസ്, വൈറ്റ് റൂഫ്, ദ സ്മോക്കിംഗ് റൈസിംഗ് ഫ്രം ദ ചിമ്മിനീസ്, ദ ട്രീസ് സിൽവർ വിത്ത് റൈം, ദ സ്നോ ഡ്രിഫ്റ്റ്സ് കുഡ് ബി സീൻ ഡിസ്റ്റിങ്ക്ട്ലി. ഇപ്പോൾ എന്താ പറയുന്നത്? ദ സ്മോക്ക് റൈസിംഗ് ഫ്രം ദ ചിമ്മിനീസ്, ദ ട്രീസ് സിൽവർ വിത്ത് റൈം. ഇപ്പോൾ എന്താണ് പറയുന്നത്? സ്മോക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ ചിമ്മിനിയിൽ നിന്ന് ഉയരുന്ന ആ പുക വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാരണം നല്ല വെളുത്ത കളറിലിരിക്കുകയായിരിക്കും. അതിൻ്റെ കൂടെ അവിടെ നിന്ന് ഒരു പ്രത്യേക പുക ഉയരുമ്പോൾ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുകൂടാതെ ദ ട്രീസ് സിൽവർ വിത്ത് റൈം മീൻസ് ഫ്രോസ്റ്റ്, തണവാണ്, മഞ്ഞാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ സ്നോ ഡ്രിഫ്റ്റ് കുഡ് ബി സീൻ ഡിസ്റ്റിങ്ക്ട്ലി. സ്നോ ഡ്രിഫ്റ്റ് എന്താണ്? നമുക്ക് ചില സമയത്ത് കാണാൻ പറ്റും. ഒരു ചെറിയ വിൻഡ് നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു ചുഴലിക്കാറ്റിൻ്റെ ഒരു വളരെ മിനിമൈസ്ഡ് ആയിട്ടുള്ള രൂപമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ സ്നോ ഡ്രിഫ്റ്റുകൾ കുഡ് ബി സീൻ, അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓരോന്ന് സെപ്പറേറ്റ് ആ സ്നോ ഡ്രിഫ്റ്റ് എവിടെയെങ്കിലും ചെറിയ കാറ്റുകളോ ചെറിയ ഉണ്ടെങ്കിൽ നമുക്കത് കാറ്റായിട്ട് തന്നെ
കാണാൻ പറ്റും. കാരണം ഈ മഞ്ഞിൻ്റെ അംശം ഉള്ളത് കൊണ്ട് വളരെ വ്യക്തമായിട്ട് അത് കാണാൻ പറ്റും. സ്നോ drifts could be seen distinctly. Distinctly means clearly. The sky was sprinkled with gaily twinkling stars. സോ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് സ്റ്റാർസിനെ, ആകാശത്തിലെ സ്റ്റാർസിനെയും നമുക്കിതുപോലെ തന്നെ എന്താണ് വളരെ ക്ലിയർ ആയിട്ട്, ഗെയിലി മീൻസ് ബ്രൈറ്റ് ആൻഡ് അട്രാക്റ്റീവ് വേയിൽ നമുക്ക് കാണാം. നല്ല നിറഞ്ഞ് നിൽക്കുന്ന ട്വിങ്ക്ലിംഗ് സ്റ്റാർസ്. ആൻഡ് ദ മിൽക്കി വേ സ്റ്റുഡ് ഔട്ട് ആസ് ക്ലിയർലി ആസ് ന്യൂലി സ്ക്രബ്ഡ് ഫോർ ദ ഹോളിഡേ ആൻഡ് പോളിഷ്ഡ് വിത്ത് സ്നോ. ഇപ്പോൾ മിൽക്കി വേ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർസിൻ്റെ ഒരു ഗ്യാതറിങ് അല്ലേ? ആ സ്റ്റാർസിൻ്റെ ആ ഗ്യാതറിങ്ങിനെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക? നമുക്കറിയാം, ഈ മഞ്ഞ് ഒരു ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ട് അതിനെ ഒന്ന് പോളിഷ്ഡ് ആയ പോലെ കാണാൻ പറ്റും. ആ ഒരു മഞ്ഞിൻ്റെ അംശം ഉള്ളത് കൊണ്ട് അതിൽ കുറച്ചും കൂടി ഒരു ഫിനിഷിങ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു തിളക്കം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു മഞ്ഞിൻ്റെ അംശം ഉള്ളതുകൊണ്ട് അത് കുറച്ചും കൂടി തിളങ്ങുന്നതായിട്ട് നോക്കുന്ന ആൾക്ക് തോന്നും. സോ 6th പാരഗ്രാഫ് നോക്കുക. ഇവിടെ വാൻകയുടെ സഫറിങ്സ് ആണ് ഈ പാരഗ്രാഫിൽ സൂചിപ്പിക്കുന്നത്. സോ വാൻക സൈഡ് ആൻഡ് ഡ്രിപ്ഡ്. അപ്പോൾ നൊസ്റ്റാൾജിയെ നമ്മൾ തിരിച്ചു വന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? വാൻക സൈഡ്, ഡിപ്ഡ് ഹിസ് പെൻ ഇൻ ദ ഇങ്ക് ആൻഡ് വെൻറ്റ് ഓൺ റൈറ്റിംഗ്. വീണ്ടും എഴുത്തിലേക്ക് അവൻ വരികയാണ്. എഴുത്തിലേക്ക് വന്നിട്ട് അവൻ്റെ സഫറിങ്സിനെ കുറിച്ച് അവൻ്റെ ഗ്രാൻഡ് പേ അറിയിക്കുകയാണ്. ആൻഡ് വെൻറ്റ് ഓൺ റൈറ്റിംഗ്. വെൻറ്റ് ഓൺ മീൻസ് കണ്ടിന്യൂ റൈറ്റിംഗ്. ആൻഡ് യെസ്റ്റർഡേ ഐ ഹാഡ് സച്ച് എ ഹൈഡിങ്. Such a hiding means physical punishment, usually involving being hit hard many times. അതാണ് ഹൈഡിങ്. എന്തെങ്കിലും ഒരു ഫിസിക്കലി വളരെ ടോർച്ചർ ചെയ്യുന്നത്, ഫിസിക്കലി വളരെ നമ്മളെ ബീറ്റ് ചെയ്യുന്നതിനെയാണ് ഹൈഡിങ് എന്ന് പറയുന്നത്. ആൻഡ് ദ മാസ്റ്റർ ടുക്ക് മീ ബൈ ദ ഹെയർ. മാസ്റ്റർ എന്നെ മുടിക്ക് പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വലിച്ചുകൊണ്ട് പോകാൻ. dragged me out into the yard and beat me with the stirrup strap because by mistake I went to sleep while rocking their baby. എന്തായിരുന്നു അവൻ ചെയ്ത തെറ്റ്? അവരുടെ കുഞ്ഞിനെ ഉറക്കാനായിട്ട് അവനെ ഏൽപ്പിച്ചിരുന്നു. ആ കുഞ്ഞിനെ ഉറക്കാനായിട്ട് അവൻ ഇടയ്ക്ക് ഒന്ന് ഉറങ്ങിപ്പോയി. രാത്രിയും പകൽ മുഴുവൻ അവന് ജോലിയുണ്ട്. ഇവൻ ഇത്രയും ചെറിയൊരു കുട്ടിയാണ് അല്ലേ? അത്രയും 9 year old ബോയാണ്. അപ്പോൾ അവന് രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അവനുള്ള ജോലിയാണ്. കുട്ടി എങ്ങാനും എഴുന്നേൽക്കുകയാണെങ്കിൽ അതിനെ അവൻ ഉറക്കിക്കൊള്ളണം. അപ്പോൾ എന്ത് സംഭവിച്ചു? ബിക്കോസ് ബൈ മിസ്റ്റേക്ക് ഐ വെൻറ്റ് ടു സ്ലീപ്പ് വൈൽ റോക്കിംഗ് ദെയർ ബേബി. അവരുടെ കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഉറങ്ങിപ്പോയി. അതായിരുന്നു ഞാൻ ചെയ്ത തെറ്റ്. അതിനെന്നെ എന്തായിരുന്നു മാസ്റ്റർ ചെയ്തത്? മുടിക്ക് പിടിച്ചിട്ട് പുറത്തെ യാർഡിലേക്ക്, പൂന്തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ പുറം മുറ്റത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി. ആൻഡ് ദെൻ സ്റ്റിറപ്പ് സ്ട്രാപ്പ്, ബീറ്റ് മീ വിത്ത് ദ സ്റ്റിറപ്പ് സ്ട്രാപ്പ്. എന്താ വളരെ മോശമായിട്ട് എന്നെ ബീറ്റ് ചെയ്തു. എന്താ ഈ ചാട്ടവാറ് പോലുള്ള ഒരു സംഭവം കൊണ്ട് ബീറ്റ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വൺ ഡേ ദ ലാസ്റ്റ് വീക്ക് ദ മിസ്ട്രസ് ടോൾ മീ. അടുത്തത് മിസ്ട്രസിൻ്റെ കിട്ടിയ ടോർച്ചറിങ് ആണ് പറയുന്നത്. ആൻഡ് വൺ ഡേ ലാസ്റ്റ് വീക്ക് ദ മിസ്ട്രസ് ടോൾ മീ ടു ഗെറ്റ് എ ഹിയറിംഗ്. And I began from the tail and she picked up the herring and rubbed my face with the hedge. അടുത്തതായിട്ട് മിസ്ട്രസ് ചെയ്ത ക്രൂരത എന്താണ്? എന്നോട് ഒരു മീൻ്റെ തൊലി കളയാൻ പറഞ്ഞു. തൊലിയും അതിൻ്റെ ഓർഗൻസ്, നമ്മൾ മീൻ നന്നാക്കില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ടു റിമൂവ് ദ ഗട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ടു റിമൂവ് ദ ഓർഗൻസ് ഫ്രം ഇൻസൈഡ് എ ഫിഷ്, അല്ലെങ്കിൽ ഒരു ആനിമലിനെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അതിനെ ക്ലിയർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടു ഗെറ്റ് എ ഹിയറിങ് ആൻഡ് ഐ ബിഗാൻ ഫ്രം ദ ടെയിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ ടെയിൽ ഭാഗത്തു നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അപ്പോൾ അത് കണ്ട് അവർക്ക് ദേഷ്യം വന്നു. അവരെന്ത് ചെയ്തു? ആ മീനെടുത്തിട്ട് എൻ്റെ മുഖത്തിട്ട് ഉരച്ചു. മുഖത്തും തലയിലും ഇട്ട് ആ മീൻ വെച്ചിട്ട് തന്നെ ഉരച്ചു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത്രയും ചെറിയൊരു കുട്ടിയോടാണ് അവരിത്രയും മോശമായിട്ട് ഇവരെത്ര ടോർച്ചറിങ് ആ കുട്ടിയോട് ചെയ്യുന്നു. ദ അതർ അപ്രൻറ്റൈസസ് മേക്ക് ഫൺ ഓഫ് മീ. അപ്പോൾ ഇതൊന്നും പോരാഞ്ഞിട്ട്, മാസ്റ്റർ മിസ്ട്രസിൻ്റെ കിട്ടിയതാണ് ഇപ്പോൾ ഈ എഴുതിയത് അവൻ. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് സീനിയർ അപ്രൻറ്റൈസസ് അവനോട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവനെ നല്ലോണം അവൻ്റെ അവർക്ക് പറ്റിയൊരു കളിപ്പാട്ടം പോലെ, അല്ലെങ്കിൽ അവർക്ക് തമാശയ്ക്കാൻ പറ്റിയ ഒരാളെ പോലെ അവരെപ്പോഴും അവനോട് ബിഹേവ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല എന്ത് ചെയ്യും? ദേ സെൻഡ് മീ ടു ടവേൺ ഫോർ വോഡ്ക.
ടവേൺ മീൻസ് എ പ്ലേസ് വെയർ പീപ്പിൾ ക്യാൻ സ്റ്റേ അറ്റ് നൈറ്റ്. ടവേൺ സത്രം എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് വോഡ്ക വാങ്ങിക്കാനായിട്ട് അവനെ പറഞ്ഞു വിടും. ആൻഡ് മേക്ക് മീ സ്റ്റീൽ ദ മാസ്റ്റേഴ്സ് കുക്കുംബേഴ്സ് ആൻഡ് ദ മാസ്റ്റർ ബീറ്റ്സ് മീ വിത്ത് ദ ഫസ്റ്റ് തിങ് ഹി ഫൈൻഡ്സ്. അത് മാത്രമല്ല, അതും പോരാഞ്ഞിട്ട് എന്ത് ചെയ്യും, മാസ്റ്ററിൻ്റെ അടുത്തുനിന്ന് കുക്കുംബേഴ്സ് മോഷ്ടിക്കാൻ വേണ്ടി എന്നെ വിടും. അപ്പോൾ എന്ത് സംഭവിക്കും? മാസ്റ്റർ നോക്കുമ്പോൾ ഞാനല്ലേ മോഷ്ടിക്കുന്നത്. സ്വാഭാവികമായിട്ടും മാസ്റ്റർ കയ്യിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് തന്നെ അറിയും. അപ്പോൾ അതിൻ്റെ വേദനയും അതിൻ്റെ ഇതും കൂടി ഞാൻ സഹിക്കണം. അതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാൻ എന്താ ഗ്രാൻഡ് പേരുടെ അടുത്ത് പറയുകയാണ്, ഇത്രയും ഞാനിവിടെ സഹിക്കുന്നുണ്ട്, ഇനി ഇതൊന്നും പോരാണ്ട് എന്താ, ദർ ഈസ് നത്തിങ് ടു ഈറ്റ്, ഐ എം നോട്ട് ഗെറ്റിംഗ് ഇനഫ് ടു ഈറ്റ്. എനിക്ക് ആവശ്യത്തിന് ഭക്ഷണം പോലും കിട്ടുന്നില്ല. ദേ ഗേവ് മീ ബ്രെഡ് ആൻഡ് ദ മോർണിംഗ് ആൻഡ് ഗ്രുവൽ ഫോർ ദ ഡിന്നർ ആൻഡ് ഇൻ ദ ഈവനിങ് ബ്രെഡ് അഗെയിൻ. ഇപ്പം എന്താണ്, രാവിലെ ബ്രെഡായിരിക്കും തരിക, ഉച്ചയ്ക്ക് കുറച്ച് കഞ്ഞി തരും, ദെൻ വൈകുന്നേരം വീണ്ടും ബ്രെഡ്. ബട്ട് ഐ നെവർ ഗെറ്റ് ടീ ഓർ എ ക്യാബേജ് സൂപ്പ്. എനിക്കൊരു ചായയോ ഒരു ക്യാബേജ് സൂപ്പോ ഒന്നും എനിക്ക് അവർ തരാറില്ല. ദേ ഗോബിൾ മീൻസ് ആർത്തിയോടെ കഴിക്കുക. ദേ ഗോബിൾ ഇറ്റ് ഓൾ ദംസെൽസ്. ഇതെല്ലാനും അവർ ഒറ്റയ്ക്ക് ആർത്തിയോടെ കഴിക്കുക. എനിക്കിതൊന്നും അവർ തരാറില്ല. ആൻഡ് ദേ മേക്ക് മീ സ്ലീപ്പ് ഇൻ ദ പാസേജ് ആൻഡ് വെൻ ദെയർ ബേബി ക്രൈസ് ഐ ഡോണ്ട് ഗെറ്റ് എനി സ്ലീപ്പ് അറ്റ് ഓൾ. അത് മാത്രമല്ല, അവരെന്നെ എന്താ അവരുടെ വീടിൻ്റെ വഴിയിൽ നടക്കുന്ന പാതയിലാണ് അവരെന്നെ കിടക്കാനായിട്ട് സമ്മതിക്കുക. അതും പോരാഞ്ഞിട്ട് എന്ത് ചെയ്യും, അവരുടെ കുഞ്ഞുങ്ങൻ രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിനെ ഞാൻ ഉറക്കിക്കൊള്ളാം, എനിക്ക് ഉറങ്ങാൻ. അപ്പോൾ എനിക്ക് എന്താ മര്യാദയ്ക്കുള്ളൊരു ഉറക്കം പോലും കിട്ടുന്നില്ല. ആൻഡ് വെൻ ദെയർ ബേബി ക്രൈസ് ഐ ഡോണ്ട് ഗെറ്റ് എനി സ്ലീപ്പ് അറ്റ് ഓൾ. ഐ ഹാവ് ടു റോക്ക് ഇറ്റ് ഡിയർ ഗ്രാൻഡ് ഡാഡ് ഫോർ മീ ലോർഡ് സേക്ക് ടേക്ക് മീ അവേ ഫ്രം ഹിയർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാനിവിടെ അനുഭവിക്കുന്നത്. സോ ദയവായിട്ട് പ്ലീസ് take me away from here, take me home to village. എന്നെ ദയവായിട്ട് വില്ലേജിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. I can't bear it any longer. Oh granddad, I beg and implore you, I will always pray for you. അപ്പോൾ എന്താണ്, പ്ലീസ് ഐ എം റിക്വസ്റ്റിംഗ് യു. ഇംപ്ലോർ മീൻസ് ഐ എം റിക്വസ്റ്റിംഗ് യു. ഐ എം റിക്വസ്റ്റിംഗ് യു ഗ്രാൻഡഡ്, പ്ലീസ് ഐ കുഡൻറ്റ് ബിയർ ഇറ്റ് നോ ലോങ്ങർ. എനിക്കിതിൽ കൂടുതൽ സഹിക്കാൻ പറ്റില്ല, പ്ലീസ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറയുകയാണ്. ഐ ബെഗ് ആൻഡ് ഇംപ്ലോർ യു ആൻഡ് ഐ വിൽ ഓൾവേസ് പ്രേ ഫോർ യു. ഞാൻ എന്തായാലും താങ്കൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. ഡു ടേക്ക് മീ അവേ ഫ്രം ഹിയർ ഓർ അതർവൈസ് ഐ വിൽ ഡൈ. ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോവും. സോ വാൻകാസ് ലിപ്സ് ട്വിച്ച്ഡ്. അപ്പോൾ അവനൊരു ചെറിയ കുട്ടിയാണല്ലോ, അവനിത് ആലോചിച്ചപ്പോൾ തന്നെ അവന് സങ്കടം വരികയാണ്. അവൻ്റെ സങ്കടം വന്നിട്ട് അവൻ ചുണ്ടുകൾ കടിച്ചു പിടിക്കണം. ആൻഡ് ഹി റബ്ഡ് ഹിസ് ഐസ്. കണ്ണുകൾ തുടയ്ക്കണം. നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കണം, അപ്പോഴാണ് നമുക്ക് ആ കുഞ്ഞിക്കുട്ടിയുടെ സങ്കടം മനസ്സിലാവുള്ളൂ. ഒരു 9 വയസ്സുകാരനാണ് ഇത്രയും സഫറിങ്സ് കഴിഞ്ഞ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? അപ്പോൾ നിങ്ങളുടെ പ്രായത്തിൽ പോലും നിങ്ങൾക്ക് ഇത്രയും സഫറിങ് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ ആ ചെറിയ കുട്ടി എത്ര സഹിക്കുമ്പോൾ അവനത് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവനത് ആകെ സങ്കടപ്പെടുകയാണ്. ഹി റബ്ഡ് ഹിസ് ഐസ് വിത്ത് എ ബ്ലാക്ക് ഫിസ് ആൻഡ് ഗേവ് എ സോബ് വിത്ത് ബ്ലാക്ക് ഫിസ്. ഫിസ് എന്ന് വെച്ചാൽ എന്താണ്? അവൻ്റെ കൈ അല്ലേ, കൈയുടെ മുകൾ ഭാഗം കൊണ്ട് അവൻ ആ കണ്ണുനീര് തുടയ്ക്കുകയാണ്. ബ്ലാക്ക് ഹിസ് ഐസ് വിത്ത് ഹിസ് ബ്ലാക്ക് ഫിസ്റ്റ് ആൻഡ് ഗേവ് എ സോബ്. വൈ ബ്ലാക്ക് ഫിസ്റ്റ്? പണികളെടുത്തിട്ട് അവൻ്റെ കൈ മുഴുവൻ അഴുക്കും പൊടിയൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവൻ എന്താണ് ഹി ഗേവ് എ സോപ്പ്. ദെൻ എന്നിട്ട് പിന്നെ എന്താണ് ഓഫർ ചെയ്യാണ്. ഐ വിൽ ഗ്രന്റ് സ്നഫ് ഫോർ യു ആൻഡ് ഹി വെൻറ്റ് ഓൺ. ഞാൻ എന്തൊക്കെ ചെയ്തു തരാമെന്നാണ് പറയുന്നത്? ഞാൻ താങ്കൾക്ക് മൂക്കിൽ പൊടി പ്രിപ്പയർ ചെയ്ത് തരാം. ഹി വെൻറ്റ് ഓൺ ആൻഡ് ഐ വിൽ പ്രേ ഫോർ യു ആൻഡ് യു ക്യാൻ ഫ്ലോഗ് മീ ആസ് ഹാഡ് ആസ് യു ലൈക്ക്. ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനി അത് മാത്രമല്ല, എന്താ, താങ്കൾക്ക് എന്നെ എത്ര വേണമെങ്കിലും അടിക്കാം. യു ക്യാൻ ബീറ്റ് മീ ആസ് ഹാഡ് ആസ് യു ക്യാൻ, ആസ് ഹാഡ് ആസ് യു ലൈക്ക്. ഐ ആം നോട്ടി. ഞാൻ എപ്പോഴെങ്കിലും കുറുമ്പെടുത്താൽ നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചു. ആൻഡ് ഇഫ് യു തിങ്ക് ദർ ഇസ് നത്തിങ് ഫോർ മീ ടു ഡു ഐ വിൽ ആസ്ക് ദ സ്റ്റീവാർഡ് ടു ടേക്ക് പിറ്റി ഓൺ മീ ആൻഡ് ലെറ്റ് മീ ക്ലീൻ ദ ബൂട്ട്സ് ആൻഡ് ഐ വിൽ ഗോ ആസ് എ ഷെപ്പേർഡ് ബോയ് ഇൻസ്റ്റെഡ് ഓഫ് ഫിഡിയ. ഇപ്പോൾ എന്താ പറയുന്നത്? വീണ്ടും ഓഫറിങ്സ് ആണ്. അങ്ങോട്ട് പറയണേ, ഞാൻ ഇതൊക്കെ ചെയ്തോളാം, ഇന്നതൊക്കെ ചെയ്തോളാം എന്ന് അങ്ങോട്ട് ഓഫർ ചെയ്യുകയാണ്. എന്തൊക്കെയാണ് അവൻ പറയുന്നത്? ഇഫ് യു തിങ്ക് എനിക്കിനി അവിടെ ചെയ്യാനൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാം? അവിടെയുള്ള ബൂട്ട്സൊക്കെ ഞാൻ ക്ലീൻ ചെയ്തോളാം. അത് മാത്രമല്ല, ഫിദയ്ക്ക് പകരം ഒരു ഷെപ്പേർഡ് ബോയ് ആയിട്ട് ഞാൻ പോയിക്കോളാം. ഐ വിൽ ഗോ ആസ് എ ഷെപ്പേർഡ് ബോയ് ഇൻസ്റ്റെഡ് ഓഫ് എ ഡിയർ ഗ്രാൻഡ് ഡാഡ്. ഐ കാൺ സ്റ്റാൻഡ് ഇറ്റ്, ഇറ്റ്സ് കില്ലിങ് മീ ആൻഡ് ഐ കാൺ ബിയർ ഇറ്റ്. വീണ്ടും പറയുകയാണ്, ഐ കുഡൻറ്റ് ബിയർ ഇറ്റ് എനി ലോങ്ങർ. എനിക്ക് ഇനിയും ഇത് കൂടുതൽ ഇവിടെ സഹിക്കാൻ പറ്റില്ല. ഇറ്റ്സ് കില്ലിങ് മീ. ഇതെന്നെ
കൊല്ലുവാണ്, എനിക്ക് അത്രയും പറ്റുന്നില്ല. ഐ തോട്ട് ഐ വുഡ് റൺ അവേ ഫുഡ് ടു ദ വില്ലേജ്. ഇപ്പം എനിക്ക് ഇവിടെ നിന്നൊന്ന് ഓടി വില്ലേജിലേക്ക് വരണമെന്നുണ്ട്. പക്ഷേ എന്താണ്, ഐ ഹാവ് നോ ബൂട്ട്സ്, ഐ ആം അഫ്രൈഡ് ഓഫ് ദ ഫ്രോസ്. ബട്ട് ഇഫ് ഐ സ്റ്റാർട്ട് റണ്ണിങ് വാട്ട് വിൽ ഹാപ്പൻ, ഐ ഹാവ് നോ ബൂട്ട്സ്. എനിക്ക് ഓടിപ്പോരാനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മഞ്ഞത്ത് ഞാൻ ഓടിപ്പോന്നാൽ എനിക്ക് ബൂട്ട്സ് ഇല്ല. അപ്പോൾ ഞാൻ എന്ത് പറ്റും, തണുപ്പത്ത് കിടന്ന് മരിച്ചു പോകും അല്ലേ. ഐ എം അഫ്രൈഡ് ഓഫ് ദ ഫ്രോസ് ആൻഡ് വെൻ ഐ ഗ്രോ അപ്പ് ടു ബി എ മാൻ ഐ വിൽ ലുക്ക് ആഫ്റ്റർ യു. അടുത്ത ഓഫറിങ് എന്താണ് പറയുന്നത്, ഞാൻ വലുതായ ഐ വിൽ ലുക്ക് ആഫ്റ്റർ യു, ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം അല്ലേ. അവൻ എന്തൊരു മാനസികാവസ്ഥയിലായിരിക്കണം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവുക. അത്രയും വിഷമിച്ച് എല്ലാം ഓഫർ ചെയ്യണം അവൻ. ഐ ആം അഫ്രൈഡ് ഓഫ് ദ ഫ്രോസ് ആൻഡ് വെൻ ഐ ഗ്രോൺ അപ്പ് ടു ബി എ മാൻ ഐ വിൽ ലുക്ക് ആഫ്റ്റർ യു ആൻഡ് ഐ വിൽ നോട്ട് ലെറ്റ് എനി വൺ ഹേർട്ട് യു. ആരെയും നിങ്ങളെ ആരും വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആൻഡ് വെൻ യു ഡൈ ഐ വിൽ പ്രേ ഫോർ യു യുവർ സോൾ ആൻഡ് ഐ ഡു ഫോർ മൈ മമ്മി. ഞാൻ നിങ്ങൾ മരിക്കുമ്പോൾ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രെയർ ചെയ്തോളാം. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അത്രയും വിഷമിച്ചാണ്, എങ്ങനെയും എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ഗ്രാൻഡ് പാഡ് ഡീലിങ് ആവുക എന്നുള്ള രീതിയിൽ അത്രയും പാത്തറ്റിക് ആയിട്ടാണ് അവൻ പറയുന്നത്. അവൻ്റെ ഗ്രാൻഡ് ഡാഡിൻ്റെ അടുത്ത് അവൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നാണ് അവൻ പറയുന്നത്.